ലോങ് വീഡിയോയിലേക്ക് ഈ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ലോങ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സമയം 11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ നമ്മൾ കുറച്ച് ബീഫ് മേടിച്ചു. ബീഫ് സാധാ മേടിക്കല്ല, സ്റ്റേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിക്കുക. പക്ഷേ ഞാൻ ഈ സാധനം ഇതുവരെ കഴിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ കെട്ടിയണമെന്നതിലൊക്കെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് റെഡിയാക്കി കൊടുക്കാനാണല്ലോ. എന്നെ സംബന്ധിച്ച് അതാട്ടോ, ഫുഡിന്റെ കാര്യത്തിൽ എന്ത് പറഞ്ഞാലും ഞാൻ എത്ര ഇതായിട്ടാലും ഞാൻ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഇപ്പം ഞാൻ വിചാരിച്ചു ഇത് റെഡിയാക്കി. ഇന്ന് ലഞ്ചിന് ബീഫ് സ്റ്റേക്ക് മാഷ്ഡ് പൊട്ടറ്റോ ആയിട്ടാ. ശരി, പരിഷ്കാരം കൂടുതലെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്കെന്നല്ല ആദ്യമായിട്ടാണ്. അപ്പം അതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇന്നലെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമുക്കിത് റെഡിയാക്കാം. എത്രത്തോളം സക്സസ് ആയി വരുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഉള്ള പരീക്ഷണമാണിത്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇന്ന് എടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം കൊണ്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. ഞാനിത് മുന്നേ കട്ട് ചെയ്തു, ക്ലീൻ ചെയ്തു. എന്നാലും കുറച്ചുകൂടെ നോക്കിയപ്പോഴത്തേനും ഇതിന്റെ ബ്ലഡ് സ്റ്റെയിൻ പോലെ വരുന്നുണ്ട്. ഞാൻ വിനാഗിരിയിലൊക്കെ ഇത് ചെയ്തിട്ടാട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വീണ്ടും ഒന്ന് ഇതാക്കി. ഇതിന് വേണ്ടുന്നത് കുറച്ച് ബ്ലാക്ക് പെപ്പറും സോൾട്ടും ഇട്ട് രണ്ട് സൈഡും ഒന്ന് ഇതാക്കാം. ഇത് വളരെ തിൻ സ്ലൈസസ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. ഇതേ വലിയ കട്ടിയുള്ള സ്ലൈസ് അല്ല, കുഞ്ഞു സ്ലൈസ് ആട്ടോ. അപ്പോൾ നമുക്കിതിനകത്ത് മാരിനേഷൻ ചെയ്യാം. ഇതിനിടയിൽ ഇറങ്ങി തിരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ കുരുമുളക് പൊടി തീർന്നിരിക്കുക. നമുക്ക് അതിനെ പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നു വിട്ടതാ. അപ്പം ഇത് ഈ ഒരു ബ്ലെൻഡറിലിട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം കൂടെ കേട്ടോ, ഇന്ന് നല്ല സങ്കടം പിടിച്ചൊരു ദിവസം എന്ന് പറഞ്ഞോണ്ട് ഞാൻ പോയി വിഷമിച്ച് കിടന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ടൈം ആട്ടോ ഇതാവുന്നത്. അതിൻ്റെ ഉള്ള കാരണം ഞാൻ പറയാം. വന്നിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ അതേ നമ്മള് കുരുമുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മതി. ഞാൻ ഒരുപാട് മസാലയൊന്നും ആഡ് ചെയ്യുന്നതായിട്ട് ഞാൻ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല കേട്ടോ. ഈ കുറച്ച് കുരുമുളകും എന്താ പറയുക ഉപ്പും ഇട്ട് ജസ്റ്റ് രണ്ട് സൈഡ് ഒന്ന് ഇതാക്കി ഇടുക. പാത്രങ്ങൾ നമുക്ക് ലാസ്റ്റ് ഇടാം. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ഇടാം കേട്ടോ. രണ്ട് സൈഡും ആകണം. ഇത് ഓരോന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇതാക്കേണ്ടത്. പക്ഷെ ഞാൻ ഓൾറെഡി കുത്തി ഫോക്കും വെച്ചിട്ട് ഇത് ചെയ്തത് കൊണ്ട് ഞാൻ അത് ഇങ്ങനെ ചെയ്യും കേട്ടോ. അപ്പം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം സാധനം. അപ്പം ഇത് നമ്മൾ എല്ലാം കുരുമുളകും ഇതും തേച്ചു റെഡിയാക്കി ഇത്രയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യാം. ഇനി ഓരോന്നോരോന്നായിട്ട് കഴുകി. ഓക്കെ, ഇനി നമുക്ക് ഇത് എന്താ പറഞ്ഞത് പാനിൽ കുറച്ച് ബട്ടറും ഗാർലിക്കും ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കാം. ഓക്കെ, ഈ ഒരു പാനിലാട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഒലിവ് ഓയിൽ കുറച്ച് ഒഴിച്ച് പിന്നെ ബട്ടറിനകത്താണ് ഇത് രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ അല്ല, ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പം ഒലിവ് ഓയിൽ ഞാനവിടെ പൊതുവെ മേടിക്കാറില്ല. ഇടയ്ക്ക് ഓഫറെങ്ങാണ്ട് വന്നപ്പോൾ ഏകദേശം 2 വർഷത്തിന് മുകളിലായി മേടിച്ച് അതിവിടെ ഫ്രൈ ചെയ്ത് ഫ്രൈഡ് റൈസിനകത്തൊക്കെ അത് വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ ടേസ്റ്റ് വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് ആരും കഴിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം സാധനം മേടിക്കാറില്ല. പക്ഷെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല റേറ്റ് ആട്ടോ. ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെയൊക്കെ റേറ്റ് ഉണ്ടല്ലോ, എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പം ഞാനിപ്പം എന്താ പറഞ്ഞത് വെളിച്ചെണ്ണയൊക്കെ വേടിപ്പ് കുറച്ചു. എന്നിട്ട് സൺഫ്ലവർ ഓയിലൊക്കെ ആട്ടോ ആഡ് ചെയ്തെടുക്കുന്നത്. അത് പിന്നെ കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല. ഇത് പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കുമ്പോഴത്തേന് ഈ ഒരു ഓയിൽ തന്നെ മസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം കേട്ടോ. ഇത് ഒഴിച്ച് കുറച്ച് ബട്ടറിനകത്താണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മാഷ്ഡ് പൊട്ടറ്റോ. അപ്പം അത് ഞാൻ പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട്, പീൽ ചെയ്ത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റെഡിയാക്കട്ടെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ. ഇനി ഈ പാനകത്തേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ.
പിന്നെ ഇതിനകത്ത് കുറച്ച് ബട്ടറും കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യും. ഈ എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേന് കുറച്ച് ബട്ടറും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യും. ഞാനൊരു റൂം ടെമ്പറേച്ചറിൽ എടുത്ത ബട്ടറാണ് കേട്ടോ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതേ അതും കൂടെ ആഡ് ചെയ്ത് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മുടെ ബീഫിൻ്റെ ആ പീസസ് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിനകത്തേക്ക് 2-3 ചതച്ച വെളുത്തുള്ളിയും ഇടുന്നുണ്ടേ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പെപ്പറും സോൾട്ടും ഒക്കെ ഇട്ട് വെച്ചേക്കുന്ന ആ ഒരു സ്ലൈസ് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് എത്ര എണ്ണം ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇത് വെന്ത് വരുമ്പോൾ കുറച്ചുകൂടെ ചെറുതാവും കേട്ടോ. അപ്പോൾ 2 എണ്ണം ഞാൻ വെച്ചു. ഒന്ന് സൈഡിലേക്ക് മാറ്റുമ്പോഴത്തേനും ഒന്നും കൂടെ വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞ് പീസും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഇതേ ഈ സൈഡിലേക്ക് വെച്ച് കൊടുക്കും കേട്ടോ. ഇത് ഒലിവ് ഓയിലും ബട്ടറിലും അല്ലേ നമ്മളിട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ 2 സൈഡും ഒന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ റബ്ബർ പോലായി പോവും. അപ്പം 3 എണ്ണം ഒരുമിച്ച് വെക്കുന്നതുകൊണ്ട് 2 ഒരുപോലെ തന്നെ നമുക്ക് വെന്ത് വരണം കേട്ടോ. അപ്പോൾ ബട്ടർ ഞാൻ വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബട്ടർ നമ്മൾ എത്രത്തോളം ആഡ് ചെയ്യുന്നോ അത്രത്തോളം അതിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ സമയത്ത് നല്ല മണം കേട്ടോ, ബട്ടറിൻ്റെയും ഗാർലിക്കും ഒലിവ് എല്ലാം കൂടി ഇടുന്നതിൻ്റെ. ബീഫിൻ്റെ സ്മെല്ലല്ല, എനിക്ക് വേറെ എന്തോ ഒരു സ്മെല്ല് അനുഭവപ്പെടുന്നത്. ഈ ഭയങ്കര പൊട്ടിത്തെറിഞ്ഞ സൗണ്ട് കേട്ടോണ്ട് അതിൻ്റെ ഫേസൊക്കെ അങ്ങനെ ഇടുന്നത് കേട്ടോ. യാഷു ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ക്യാഷിനോട്ട് കൊണ്ട് വന്നു കേട്ടോ. കൊച്ചിനെയും കൊടുത്തു, ഞാനും കുറച്ച് കഴിച്ചു. വെറുതെ നിൽക്കുമല്ലേ. ഇത് ഒരെണ്ണത്തിൽ മാത്രം ഇത് ദേ ഇവിടെ റെഡി ആകുന്നതേ ഉള്ളൂ. കാരണം ഇതായി ഇനി മറ്റേതൊക്കെ വെക്കുമ്പോൾ നല്ല ടൈം എടുക്കട്ടോ. ബാക്കി നമുക്കിനി ഇത്രയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇനി ഒരു പാനും കൂടെ എടുത്തിട്ട് അതിനകത്ത് ബാക്കിയും കൂടെ വേറൊരടുപ്പിൽ വെക്കാമെന്ന്. അപ്പോൾ ഞാൻ വേറൊരു പാൻ എടുക്കാനായിട്ട് പോകും കേട്ടോ. മറ്റേത് ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാനിനകത്ത് വീണ്ടും ഒരു 3 എണ്ണമൊക്കെ വെക്കാമായിരിക്കും. ഇതിനിടയ്ക്ക് കുറച്ച് വെളുത്തുള്ളി കൂടെ ചതച്ചെടുക്കാനുണ്ടായിരുന്നു കേട്ടോ, വീണ്ടും ഈ ഒരു പാനിനകത്തേക്ക് വെക്കാനായിട്ട്. അപ്പം ദേ നമ്മൾ ചതച്ച വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇട്ട് ഇനി ഇത് കുറച്ച് ലീഫാട്ടോ, പാഴ്സലിയുടെ ലീഫാണ് ഞാൻ ഈ കടിച്ച് പൊട്ടിക്കുന്നത്. പാഴ്സലി എന്ന് പറയുന്ന സാധനം കേട്ടോ. അപ്പം അത് കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സാധാരണ ഇതിനകത്ത് ഇതിൻ്റെ സ്റ്റിക്കാണ് ഇടുന്നത് കേട്ടോ, അതായത് ഒരു തണ്ട് പോലെ ഉണ്ട്. പക്ഷേ എനിക്ക് ലീഫാണ് കിട്ടിയത്. അപ്പോൾ അതേ ഞാൻ അതും കൂടെ ഇടുന്നുണ്ട്. ഇതിൻ്റെ വേറെ ഉപയോഗം ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ പറഞ്ഞു തരണേ എനിക്ക്. ഇതും കൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് നമുക്ക് തീ കുറച്ച് ഇത് വെക്കാം കേട്ടോ. ഓൾമോസ്റ്റ് ഒന്നായി വരും. ഇത് നമുക്ക് ഇതിലോട്ട് തൽക്കാലം സെർവ് ചെയ്തിടാം കേട്ടോ. ഓക്കേ, ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുപ്പുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇനി 2 പീസും കൂടെ നമുക്ക് വെക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പം കേട്ടോ അത് ഇതിനകത്തിട്ട് ചതച്ചെടുത്തിട്ട് നമ്മുടെ ആ പാനിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒലിവ് ഓയിലും ബട്ടറും ഒക്കെ ഇട്ട് പാഴ്സലിയുടെ ലീഫും കൂടെ ആദ്യം ഇടുന്നുണ്ട്. പിന്നെ 2 പീസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് 2ഉം കൂടെ ഞാൻ ഈ ഒരു പാനിനകത്ത് നമ്മൾ ഒരു സെറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, 3 എണ്ണം ആദ്യം ഇട്ടത്. അപ്പോൾ അതിനകത്തേക്ക് കേട്ടോ ഇതും കൂടെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ചുകൂടെ ബട്ടർ ആഡ് ചെയ്യുക, അതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് തിരിച്ച് മറിച്ചു ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ബട്ടറിൽ കിടന്നിട്ടാണ് നന്നായിട്ട് വെന്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ സെക്കൻഡ് പാനിലുള്ളതും ഇതുപോലെ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗാർലിക്കൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് യാഷ് വന്നിട്ട് കാണണമെന്നും പറഞ്ഞിട്ട് ഞാൻ എടുത്ത് പൊക്കി കാണിക്കും കേട്ടോ. കുഴപ്പമില്ല മക്കളെ, എന്ന് വിളി, അത് കുഴപ്പമില്ല. തീയെല്ലാം ഒന്ന് കുറച്ച് വെച്ചു, 2ൻ്റെയും അത് അവിടെ നിന്ന് വേവട്ടെ. ഇനി ബാക്കിയൊന്ന് ഒതുക്കി നമുക്ക് മാഷ് പൊട്ടറ്റോ കൂടെ റെഡി ആക്കാം കേട്ടോ. സമയം നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ അല്ല, അത്യാവശ്യം കാശ് മേടിച്ചാണ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ എടുത്ത സാധനങ്ങളൊക്കെ അപ്പോൾ ഒതുക്കിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഞാൻ മുന്നേ പറയുന്ന പോലെ എൻ്റെ ഈ ഒരു വർക്ക് സ്പേസിൽ ഭയങ്കര പാടാട്ടോ. എല്ലാ പാത്രവും ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്കത് കാണുമ്പോൾ തന്നെ കുക്ക് ചെയ്യാനും ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ എടുത്ത ലീഫൊക്കെ ഉണ്ടല്ലോ ഞാനൊന്ന് കട്ട് ചെയ്ത്, പിന്നെ ഇതിനകത്ത് ഒരു മീഡിയം സൈസ് ബട്ടർ ഉണ്ടല്ലോ നമ്മുടെ സോൾട്ടഡ്, അത് ഫുൾ എനിക്ക് വേണ്ടി വന്നു ഇത്രയും എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കവറുണ്ടല്ലോ അത് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വല്ല കുരുട്ടീച്ചേ കയറുമെന്ന് വെച്ചിട്ട് അതൊക്കെ കഴുകി വാഷ് ചെയ്ത് അത് പേപ്പർ മാറ്റുവാണ്. പിന്നെ പാത്രങ്ങളുണ്ടായിരുന്നു. ഇനി നമുക്ക് മാഷ് പൊട്ടറ്റോയുടെ ആ ഒരു ബൗളാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഈ ഒരു ബൗളിനകത്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴുകിയിട്ട് പുഴുങ്ങിയ പൊട്ടറ്റോ എല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇടുന്നത്. എനിക്ക് പൊട്ടറ്റോ മാഷറൊന്നും ഇല്ലായിരുന്നു, ഉള്ളത് പിള്ളേരെടുത്തോണ്ട് കളിച്ച്. പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ അത് ഇതുപോലെ ഉടച്ചെടുക്കുന്നത്. പിന്നെ ബാലൻസ് ചെയ്യുന്ന കുറച്ച് ബട്ടറും കൂടെ ഉണ്ട്, അത് നമ്മുടെ ഈ പൊട്ടറ്റോനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ മാഷ് പൊട്ടറ്റോയ്ക്കകത്ത് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വേണം. അപ്പോൾ ആ ബട്ടർ ഫുള്ള് ഞാൻ ആ പേപ്പറിൽ നിന്ന് വടിച്ചെടുക്കുക കേട്ടോ.
ഇനി ഇതിനകത്തേക്ക് വേണ്ടത് കുറച്ച് ലീഫ് വേണം. നമ്മൾ നേരത്തെ പാഴ്സലിയുടെ ലീഫ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ നമുക്ക് ആഡ് ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദേ പോയി തിരിച്ചു മറിച്ചൊന്ന് ഇട്ട് കൊടുക്കട്ടോ. ഇല്ല, ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ റബ്ബറായി പോകും. പിന്നെ ബാക്കി ലീഫ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ഈ ഒരു ബീഫിനകത്ത് ഇട്ടതിൻ്റെ ബാലൻസ് കുറച്ചുണ്ട്. അപ്പോൾ അതും കൂടെ ഇത് കുനുകുനാ കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ പൊട്ടറ്റോനകത്ത് ഇടും കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ ഒരു സ്റ്റേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലീഫൊക്കെ കണ്ടിട്ടുള്ളത്. മുന്നേ ഞാൻ ഇത് കണ്ടിട്ടോ ശ്രദ്ധിച്ചിട്ടോ ഒന്നുമില്ല. ആകെ വലിയ ലീഫായിട്ട് എടുക്കുന്നത് ചൈനീസ് ക്യാബേജും ബ്രോക്കലിയൊക്കെ കേട്ടോ. അപ്പം ഇതിൻ്റെ ഉപയോഗം വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കമൻസിലൂടെ പറയണം കേട്ടോ. അപ്പോൾ ബട്ടറും മറ്റേ പാഴ്സലിയുടെ ഇതും പിന്നെ ആവശ്യത്തിന് കുറച്ച് പാലും കൂടെ ഒഴിക്കാം കേട്ടോ. കുറച്ചൊരു തിക്കായി ഇരിക്കും കേട്ടോ. അപ്പം അത് അത്ര തിക്കായി വേണ്ട, നമുക്ക് കുറച്ച് ഒരു ലൂസായി വരണം. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് പാലും കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേനും നമ്മുടെ മാഷ്ഡ് പൊട്ടറ്റോയും റെഡി ആവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉടച്ചെടുത്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നി. പിന്നെ നേരെ വന്ന് കൈയൊക്കെ കഴുകിയിട്ട് അവിടെ എല്ലാം അങ്ങ് ക്ലീൻ ചെയ്ത് തുടയ്ക്കും കേട്ടോ. ഇപ്പം തന്നെ ഒരു സമാധാനം കിട്ടും. പിന്നെ അടുത്ത സെറ്റിലെ പാനൽ സ്റ്റീക്കൊക്കെ നമ്മൾ ഇറക്കി വെക്കുന്ന സമയത്ത് ഏട്ടന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കവറിൽ നമ്മുടെ അദ്ദേഹത്തെ ബട്ടൻ്റെ പേപ്പറൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചേക്കും. അപ്പോൾ ഞാൻ ഏട്ടനെ കൊടുത്തിട്ട് പറഞ്ഞു അതങ്ങ് പുറത്തേക്ക് വെക്കുമോ, ഞാനതങ്ങ് എടുത്തേക്കാമെന്ന് പറഞ്ഞു. വരുമ്പോഴത്തേനും നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളാറുണ്ട് കേട്ടോ. ഇത് ഞാൻ വീഡിയോ എടുക്കുക, ഇതിൻ്റെ ഇടയ്ക്ക് വന്ന ആ ബീഫിൻ്റെ സ്റ്റേക്ക് പീസ് എടുത്ത് നോക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ എന്തൊക്കെയോ കളിയാക്കിയിട്ട് പോവാം, സാരമില്ല, സ്വാഭാവികം, ഞാനും തിരിച്ച് പറയാറുണ്ട് കേട്ടോ. ഇത് പിന്നെ കഴിവലോട് കഴിവൽ തന്നെയാണ്. ഇവിടെ എത്ര എടുത്താലും ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആരായാലും അപ്പം കൊണ്ട് സിങ്കിടി ഒരു പാത്രം കിടന്നാൽ മതി കേട്ടോ. നമുക്ക് സിങ്കിൽ മഴ സമയത്ത് ചുമ്മാ ഈച്ചയും ഒരുമാതിരി വല്ലാതാവും. എനിക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ട്. എപ്പോഴും എൻ്റെ കിച്ചൻ്റെ സിങ്ക് നല്ല ക്ലീൻ ആയിട്ടിരിക്കണം കേട്ടോ. ഇത് പിന്നെ ബാക്കി ഇരുന്ന കുറച്ച് ലീഫ് ആ ഒരു സിങ്കിനകത്ത് കിടന്നപ്പോഴത്തേന് അതൊരു പേപ്പറിനകത്താക്കി ഞാനൊരു സൈഡിലേക്ക് വെക്കുന്നുണ്ട്. പാത്രം എല്ലാം കഴുകി റെഡി ആയപ്പോഴത്തേന് ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അത് സെർവ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. ഇത് കാണുമ്പം തന്നെയല്ലേ നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് കാണാൻ. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേ എനിക്കിനി സത്യം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന് അറിയും. റബ്ബർ പോലൊന്നും ആയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ആ ചൂടോടുകൂടി കഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്തോ എടുക്കാൻ വന്നപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചു. അപ്പോൾ നമ്മുടെ ഈ ഒരു വൈറ്റ് പ്ലേറ്റിനകത്ത് വെക്കുമ്പോൾ ഒരു ഭംഗി കിട്ടുമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു വൈറ്റ് പ്ലേറ്റിനകത്തേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നു. എന്നിട്ട് ഇത് ഏട്ടന് കൊടുക്കാൻ പോകുന്ന പ്ലേറ്റ് കേട്ടോ. 2 എണ്ണം ഞാൻ ഇതുപോലെ വെച്ചു. എന്നിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിക്കുന്നുണ്ട് ഏട്ടനെ കൊണ്ട്. എന്നിട്ട് നമുക്ക് മാഷ് പൊട്ടറ്റോ ഉണ്ടല്ലോ, അത് ഇതുപോലെ ആക്കിയെടുത്ത് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കട്ട് ചെയ്യാൻ, കുറച്ചുകൂടെ ലൂസാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിക്കാം കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ഓക്കെ ആയതുകൊണ്ട് ഞാൻ അത്രയും എടുത്തു. അപ്പോൾ ഇത് ഇതിനകത്തേക്ക് വെച്ചു. പിന്നെ 2-3 പാഴ്സലിയുടെ ലീഫും കൂടെ വെച്ചപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കളർഫുൾ മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണെന്ന് നല്ല മണം വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. അത് ചൂടോടുകൂടി എടുത്തതാട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റേക്കൊക്കെ റെഡിയായി. ഇനി പോയിരുന്ന് കഴിച്ച് ഏട്ടനും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ കുക്ക് ചെയ്തപ്പം നിങ്ങളെയും കൂടെ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.